Welcome to Palestine. بس مني خلاص هذه مني gift the gift. Free. 3 shekels no? Free. Allah. Free Palestine. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനോട് കാണുന്ന പൊടി കഴിച്ചാലും മക്കളുണ്ടാവാത്ത ആളുകൾക്കൊക്കെ മക്കളുണ്ടാവും. ഓപ്പൺ ഫോർ മീ. Palestinian territories, we don't have any support, and our government is a very poor country. Okay. Thank you for hosting me. No problem. Say about you. Say your name. You're welcome. My name is Tony. ഇതാണ് Tony Chayan. You are Tony Chayan, not Tony. Tony player. Tony Chayan. Tony Chayan. Okay, thank you. അപ്പോൾ നമ്മുടെ ടോണി ചായൻ ആണ് എന്നെ കഴിഞ്ഞ ദിവസം ഹോസ്റ്റ് ചെയ്തത്. പുള്ളിക്കാരൻ ഒരു പലസ്തീനിയനാണ്. ആൻഡ് പുള്ളിക്കാരൻ ബത്ലഹേമിൽ സ്റ്റേയുമാണ്. ബത്ലഹേമിലാണ് ജീവിക്കുന്നത്. സോറി. Thank you സോ മച്ച്. ഇതാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ വീട്. ഇതായിരുന്നു ഈ ഒറ്റ നിലയാണ് കേട്ടോ. അടിപൊളി വീടാണ് ഇത്. രണ്ടാമത്തെ നിലയൊക്കെ പുതിയത് കെട്ടിയതാണ്. ഈ അടിയിൽ നിലയെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പുതിയ വീടെന്ന്. ഇതിൻ്റെ അകത്ത് മറ്റേ പ്രേതക്കോട്ട പോലെയാണ് കേട്ടോ. പണ്ടത്തെ ബ്രിട്ടീഷുകാരൊക്കെ നമ്മളെ നാട്ടിൽ വന്ന് പണിതിട്ടില്ലേ, അതുപോലത്തെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ടോണി ചായനിൽ നിന്ന് വിട പറഞ്ഞ് ഞാനിപ്പോൾ പോകുന്നത് ഹെബ്രോൺ എന്ന് പറയുന്ന ഫലസ്തീനിലെ മറ്റൊരു നഗരത്തിലോട്ടാണ് ഞാൻ യാത്ര ചെയ്ത് പോകുന്നത്. Going to ഹെബ്രോൺ. അതെ, ഹെബ്രോണിലോട്ട് പോവുകയാണ്. നിരത്തുകളിൽ മനുഷ്യന്മാരെയൊന്നും കാണാൻ സാധിക്കുന്നില്ല. നല്ല തണുപ്പാണ്. Where are we going, Achaya? We are going now. I want to take you to the sisters. There is a sister from India. Okay. Named Emily, that you can meet her. എമിലി സിസ്റ്റർ മലയാളി എന്നെ എന്തോ. ഞാൻ ഇന്നലെ മലയാളി സിസ്റ്ററിന് വേണ്ടി തപ്പിപ്പോയായിരുന്നു, കിട്ടിയില്ല കേട്ടോ. ഇന്ന് തപ്പിപ്പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഹെബ്രോണ് പോകുന്നുമ്പേ മലയാളി സിസ്റ്ററിനെയും കണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇവിടെ നെറ്റ്വർക്ക് ഭയങ്കര ശോകമാണ് കേട്ടോ. ഇസ്രായേൽ എൻ്റെ അമ്മ ഒരു വീഡിയോ ഒക്കെ ഇട്ടാൽ ഒരു മിനിറ്റൊന്നും വേണ്ട കേട്ടോ. ചിലപ്പോൾ ഞാനൊരു ദിവസം ഒരു 3 GB വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ടപ്പോൾ 45 സെക്കൻഡിനുള്ളിൽ കയറി കേട്ടോ. അതേസമയം ഇവിടെ 2-3 മണിക്കൂറായാലും ഒന്നും നടക്കുന്നില്ല. ചില സമയം നമ്മുടെ നാട്ടിലെ ചില അവസ്ഥകളാണ് കേട്ടോ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ വൃത്തി വളരെ കുറവാണ് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ തന്നെ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ ഞാൻ ഈ മാർക്കറ്റ് വന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. തണുപ്പ് കണ്ടില്ലേ, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ജെറുസലേം പിന്നെ നമ്മുടെ ബത്ലഹേമൊക്കെ അത്യാവശ്യം നല്ല തണുപ്പായിട്ടുള്ള ഏരിയകളാണ്. എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ട് പോകുമ്പം ഞാൻ മാത്രം സ്വെറ്റർ ഒന്നും ഇടാതെ ഇതാ ഇങ്ങനെ പോകുന്നുണ്ടോ. നമ്മുടെ യാസർ അറഫാത്ത് അദ്ദേഹത്തിന്റെ കുറെ ചിത്രങ്ങളും സംഭവം ഏത് സ്ട്രീറ്റ് പാലിലും നോക്കിയാലും കാണാം. നമ്മുടെ നേറ്റിവിറ്റി ചർച്ചിലോട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ യേശു, നമ്മുടെ ജീസസ് പിറന്ന പള്ളിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ നേറ്റിവിറ്റി ചർച്ച്. അവിടെ അർമേനിയൻ ക്വാർട്ടറും പിന്നെ നേരെ കാണുന്നത് നമ്മുടെ ഗ്രീക്ക് ഓർത്തഡോക്സും, തൊട്ടപ്പുറത്തായിട്ട് കാണുന്ന പള്ളി നമ്മുടെ കാത്തലിക് പള്ളിയാണ്. എന്ന കടകളെല്ലാം തന്നെ ഇങ്ങനെ അടഞ്ഞു കിടക്കുവാണ് കേട്ടോ. അതായത് നമ്മുടെ ടൂറിസ്റ്റുകളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഈ നാട്ടിലെ ആളുകൾക്കുള്ള എല്ലാ വരുമാനവും നശിച്ചുകൊണ്ട് ഇവിടെ സാധാരണ പിൽഗ്രിമൊക്കെ ധാരാളം വരുന്നതാണ്, ക്രിസ്തുമത വിശ്വാസികളെല്ലാം. പക്ഷെ ഇപ്പോൾ ആളുകളൊന്നും വരാത്തതുകൊണ്ട് കച്ചവടവും കാര്യങ്ങളൊന്നും ഒന്നുമില്ല കേട്ടോ. ശുക്രൻ. ഗുഡ് മോർണിംഗ്. How are you? Good. Welcome. شكرا بس أنا أشوف. أهلا وسهلا. شكرا. أهلا وسهلا anytime. No tourist coming. No tourist coming. I'm sorry for you. Is it tourist? Maybe next year. Yeah, hopefully. You are lucky to be here. Sorry? You are lucky to be here. Yeah, I'm very lucky. Yeah. God bless you. Yeah, God bless you too. Thank you so much. Welcome, sir. Merry Christmas in advance. Bye. അപ്പോൾ നമ്മൾ ഞാൻ അതാണ് പറഞ്ഞത്. കണ്ടില്ലേ, ഇവിടെ ഒരു കടകളിലും ഒരു മനുഷ്യന്മാരില്ല കേട്ടോ. അത് ഇപ്പം രാവിലെ ആയതുകൊണ്ട് തുറന്നിട്ടില്ല. ചില കടകളൊക്കെ രാവിലെ തുറക്കും, എന്നാലും ഇവിടെ കച്ചവടമൊന്നും നടക്കുന്നില്ല അധികം. നമ്മുടെ എത്യോപ്യൻ്റെ ചർച്ച് നമുക്ക് കാണാൻ സാധിക്കും. തന്നെ എത്യോപ്യൻ ഓർത്തഡോക്സ് തൊഹീദോ, എത്യോപ്യയിൽ നിന്ന് വന്ന കുറച്ച് ഡിനോമിനേഷൻ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു ചർച്ചാണ് കേട്ടോ ഈ കാണുന്നത്.
പക്ഷെ അത് ക്ലോസ് ആണെന്ന് തോന്നുന്നു. അവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഹലോ ക്യാമറ. ഇവിടെയുള്ള കടകളിലെല്ലാം മേക്ക് ഹുമ്മൂസ് നോവാസ്. أجنبي كمان أنت. ശുക്രൻ. أهلا وسهلا. പലസ്തീനിയൻ ലോസ് ഓഫ് ലാൻഡ് 1946 മുതൽ 1910 വരെ നമ്മുടെ പലസ്തീന് നഷ്ടപ്പെട്ട ലാൻഡുകളൊക്കെയാണ് കേട്ടോ അവർ അതുപോലെ ഇവിടെ വെച്ചിരിക്കുന്നത്. അത് ഇത്ര ഉണ്ടായിരുന്ന പലസ്തീൻ ഇത്രയായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല. കാരണം ഇവിടെയും ധാരാളം ഈ വെള്ളയിലൊക്കെ ധാരാളം ആളുകളുണ്ട് കേട്ടോ. അവർ അങ്ങനെ മാറ്റാൻ പറ്റില്ല. പല ആളുകളും പറയുന്ന പോലെ ഇവിടെ ഒരു സുവനീർ ഷോപ്പാണ് കേട്ടോ. അതാണ് നമ്മുടെ ജീസസിൻ്റെ പ്രതിമകളും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. How you manage now? There is no tourists coming here. It is very hard situation here, especially in the Palestinian territories. We don't have any support, and our government is a very poor government. Even the Israeli government is not paying for the Palestinian government their taxes, because Israel collect the tax and then they give it to the Palestinian. So you can say 80% of the people who live in the West Bank today is without income. Even policemen, nurses, doctors who work for the governments, they don't paid, and the private sector in Bethlehem especially depends on tourism, and tourism is zero. It's a very bad. We try our best in our business, My Christmas House, to sell a little bit on internet through web pages. My Christmas House. This is how I keep my workers. I'm sorry for you. You're welcome. Which country you are from? I'm from Kerala. Kerala. Sorry, India. Kerala, India. Yes. You know Kerala? Of course. Many pilgrims used to come from Kerala. Hundreds. കേരളത്തിൽ നിന്ന് ധാരാളം എന്താ പറയുക തീർത്ഥാടന വിശ്വാസികൾ വരാറുണ്ടെന്നാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. I hope there will be a lot of people coming to your And place. the best to the people of Kerala. Thank you so much. Thank you. Shukran. Shukran. I am not a terrorist. അങ്ങനത്തെ കുറേ നമ്മുടെ പോസ്റ്റ് കാർഡൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയാൽ എന്നെ അവന്മാർ ബോർഡറിൽ നിന്ന് തടഞ്ഞു വെച്ച് എനിക്ക് പണി കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങായിരുന്നു കേട്ടോ. പാവം കേട്ടോ പുള്ളിക്കാരൻ. സാധാരണ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എന്താ പറയുക നമ്മുടെ പിൽഗ്രിംസ് വരുമ്പോൾ പള്ളിയിൽ വരുമ്പോൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ ഇവർക്കിപ്പോൾ അതിൻ്റെ ഒരു കച്ചവടം ഇല്ല കേട്ടോ. അപ്പം കേട്ടോ എല്ലായിടത്തും ഭയങ്കര കടകളെല്ലാം ഫുള്ള് ഓപ്പൺ ആയിട്ട് ഒരു മനുഷ്യന്മാർ വന്ന് പാവം കേട്ടോ. അടിപൊളി ഇതാണ്ട് പുൽക്കൂടുകൾ, അതാണ്ട് ലാസ്റ്റ് സപ്പർ, അതൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. Jesus is bigger than anybody, and I hope it will be better. If you believe in Jesus, all will be good. Thank you so much. God bless you. And you also, brother. Thank you. ഫാക്ടറി ആണ് കേട്ടോ ഈ കാണുന്നത്. ാണ് നമ്മുടെ മിൽക്ക് ഗ്രോട്ടോ ചർച്ച്. അതായത് ഇവിടെയാണ് യേശു പിന്നീട് ജനിച്ചു വളർന്നത്. ഇതിപ്പോൾ ഓപ്പൺ അല്ല കേട്ടോ, കഴിഞ്ഞ ദിവസം എനിക്ക് വരാൻ പറ്റിയില്ല. ഇവിടെയാണ് നമ്മുടെ വെർജിൻ മേരി നമ്മുടെ യേശുവിന് പാല് കൊടുത്ത് വളർന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ മുന്നോട്ട് നടക്കുവാണ്. ഈ കാണുന്ന പള്ളിയാണ് കേട്ടോ നമ്മുടെ യേശുവിന് മിൽക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. അത് മദർ ഓഫ് ഗോഡ്, പ്രേ ഫോർ us. ഈ കാണുന്ന സ്ഥലം കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രോട്ടോ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള കുറച്ച് ടേബിളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയൊക്കെ നടത്താൻ വേണ്ടി ഞാൻ നമ്മുടെ യേശുവിന് പാല് കൊടുത്തിട്ടുള്ള സ്ഥലം ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇതാണ് മറ്റേ ഇവിടെയാണ് നമ്മുടെ യേശുവിന് മുലപ്പാല് കൊടുത്തിട്ടുള്ള സ്ഥലം. അതിൻ്റെ ഒരു ചിത്രമാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഹൗസിൽ വന്നതാണ് കേട്ടോ. യുനോ കേരള? കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ വരുന്നതാണ്. ഇത് മലയാളിയാണല്ലോ, അത് മലയാളിയാണല്ലോ. Why lot of Kerala people they adopted? Because I have a good faith. Good faith, yeah, Kerala people. Yeah, but they came to adopt. It's coming here to in the Holy Land here. Oh, okay. How are you? Fine, and how are you? Good. Where are you from? I'm from Mozambique. Mozambique. I went to Mozambique. Ah. Mio, Nio, Nao, Nalo, Portuguese.
Okay. Fala português. Fala português. Me now follow. Agora não fala. You now follow. Só entende um pouco. Okay. ഇതാണ് കേട്ടോ ഇവിടുത്തെ പള്ളിയിലച്ഛൻ. അതായത് ഇവിടെ നമുക്ക് പൈസ കൊടുക്കുമ്പോൾ ഒരു പൊടി കിട്ടും. അതാണ്ട് ഈ കാണുന്ന പൊടിയില്ലേ, ഈ കാണുന്ന പൊടി കഴിച്ചാൽ മക്കളുണ്ടാവാത്ത ആളുകൾക്കൊക്കെ മക്കളുണ്ടാവും. അങ്ങനെ കേരളത്തിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളൊക്കെ വന്നിട്ട് അവർക്ക് മക്കളുണ്ടായി അതിന്റെ എന്താ പറയുക ഒരു പ്രൂഫായിട്ട് അവരുടെ കുറിപ്പൊക്കെയാണ് കേട്ടോ. അതാണ്ട് എൻ്റെ പേര് സ്മിത പോൾ, വീട് കാഞ്ഞങ്ങാടി, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി, ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. ഈശോയുടെ തിരുഹൃദയത്തിനോട് 9 ആഴ്ച നിയോഗം നിശ്ചയിച്ചതിൻ്റെ ഫലമായി എനിക്ക് 2 കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. ഇതാണ് കേട്ടോ ചേച്ചിയും ചേച്ചിയുടെ മക്കളും. ഞാൻ ചേച്ചിയുടെ പ്രൈവസി കാരണം മാറ്റുവാണ് കേട്ടോ. അതുകൊണ്ടില്ലേ അവിടെ കുറേ പേര് ആ ഒരു ഭാഗത്തൊക്കെ കൊള്ളാം കേട്ടോ. എന്നിട്ട് അവർ അയക്കുന്ന കത്താണ്. മൈ ഹസ്ബൻഡ് ആൻഡ് ഐ ഹാഡ് ബീൻ ട്രൈങ് ടു കൺസീവ് ഫോർ ഓൾമോസ്റ്റ് a year ago a friend gave us powder from the milk grotto. ഇവിടെ നിന്നുള്ള പൗഡറാണ് കേട്ടോ. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ആവുന്ന ഒരു സംഭവം. അതാട്ടെ ഇവിടെയും ഒരു മലയാളി ഫാമിലിയാണ് കേട്ടോ. കൊള്ളാം കേട്ടോ, അടിപൊളി. അവിടെയും മലയാളികളാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞായിരുന്നില്ല. അതുകൊണ്ട് അവിടെ മലയാളികൾ. I think mostly more people from Kerala. A lot of people. കേരളത്തിൽ നിന്നാണ് കേട്ടോ കൂടുതൽ ആളുകൾ ഉണ്ടല്ലേ. ഇങ്ങനെയൊക്കെ ധാരാളം കുട്ടികളുടെ. Merry Christmas and Happy New Year. I wish you the same. For you, for your All Kerala people. Welcome people. Thank you so much. Thank you, Father. Thank you. Merry Christmas. God bless you. Christmas to you. Thank you so much. പിന്നീട് വന്നുള്ളത് ഇവിടെയുള്ള സെമറ്ററിയിലോട്ടാണ് കേട്ടോ. ആളുകൾ മരണപ്പെട്ട നമ്മുടെ കബറിടങ്ങൾ അങ്ങോട്ട് നമ്മൾ വന്നതാണ്. പുള്ളിക്കാരൻ്റെ അമ്മ മരണപ്പെട്ടതും ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ അമ്മ. السلام عليك يا مريم يا ممتلئة نعمة الرب معك مباركة أنت في النساء ഒരു വയസ്സായിട്ടുള്ള കുട്ടികളുടെ ഇതുപോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. 10 വയസ്സായ ഒരു മോന്റെ ഒരു ചിത്രം. How much it will cost? $1,000 and $500. $1,500. This one, because with this it's very expensive. ഈ ഒരു This is cheaper. This is cheaper. This is cheaper. ഈ ഒരു സംഭവത്തിന് $1,500. $1,500 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 1,20,000 കൂടുതൽ രൂപയായി ഈ ഒരു സംഭവം പണിയുന്നതിനാണെന്നും പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ചില ആളുകൾക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് 14 വയസ്സുകാരനായിട്ടുള്ള ഒരു മോൻ്റെ ഒരു കബറിടമാണ് കേട്ടോ. അവരുടെ ഫാമിലിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഫോട്ടോ പോലും വെച്ചിട്ടില്ല. കണ്ടില്ലേ, ചില ആളുകൾക്ക് കണ്ടില്ലേ ചെറിയ സിമ്പിളായിട്ടുള്ള ഇത് എക്സ്പെൻസീവ് ആവുന്നവരും പൈസ ഉള്ള ആളുകൾ പല കാര്യങ്ങളും ചെയ്യും. പുള്ളിക്കാരൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു ഭാഗത്ത് പോലും അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ബത്ലഹേമിൻ്റെ ചെറിയ ചെറിയ വില്ലേജുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഹോം ഓഫ് പീസ്, ബൈത്തുസ്സലാം, മിഷനറീസ് ഓഫ് നമ്മുടെ മദർ തെരേസയുടെ മദർ തെരേസ. Kerala. Not me, I'm from Philippines. You're from Philippines. Kumusta? Mabuti po. Good morning. നമ്മുടെ ഫിലിപ്പീൻസിൽ നിന്നുള്ള സിസ്റ്ററും നമ്മുടെ ഉത്തരേന്ത്യ എന്നുള്ള സിസ്റ്ററൊക്കെയാണ് കേട്ടോ. ഒരു ഭയങ്കര സിസ്റ്റർ കൊമിസ്താ. നമ്മളങ്ങനെ നമ്മുടെ ചാരിറ്റി ഓഫ് ചർച്ചിലോട്ട് പോയായിരുന്നു. ചാരിറ്റി ഓഫ് ചർച്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, മദർ തെരേസ ഫൗണ്ട് ചെയ്ത ഒരു സംഭവമാണ്. മദർ തെരേസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പുള്ളിക്കാരി ജനിച്ചതെന്ന് പറയുമ്പോൾ ഒട്ടോമൻ ഭരണപ്രദേശത്തായിരുന്നു. ഇപ്പോഴത്തെ നോർത്ത് മക്കഡോണിയ എന്ന് പറയുന്ന രാജ്യത്തായിരുന്നു മദർ തെരേസ ജനിച്ചത്. പിന്നീട് എന്താ പറയുക, മിഷണറീസിൻ്റെ കൂടെ പോയി ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നതിന് ശേഷം കൊൽക്കത്തയിലെ സെയിൻ്റായിട്ട് മാറി. അങ്ങനെ
സെയിൻറ്റ് തെരേസ ആയിട്ട് മാറിയിട്ട് മദർ തെരേസയാണ് നമ്മുടെ ഈ ചർച്ച് ഓഫ് മിഷണറീസ് എന്തോ ഉണ്ടാക്കിയത്. അങ്ങോട്ടാണ് കേട്ടോ പോയത്. അവിടെ ഒരു മലയാളി സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര സ്നേഹമായിരുന്നു. എൻ്റെ അടുത്ത് കുറേ സംസാരിച്ചു. വയനാട് കാര്യമായിരുന്നു. എന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള വേറെ സിസ്റ്റർമാരൊക്കെ ആയിട്ട് സംസാരിച്ചു. എല്ലാവർക്കും കേരളത്തിനൊക്കെ അറിയാം. കേരളത്തിൽ പല സിസ്റ്റർമാർ പോയിട്ടുമുണ്ട്. ഇന്ന് നമ്മൾ ഫുള്ള് ചർച്ച് എന്താ പറയുക, ഞാനും ഒരു തീർത്ഥാടന സഞ്ചാരിയായിട്ട് മാറിയിരിക്കുകയാണ്. ഫുള്ള് രാവിലോട്ട് ഫുള്ള് ചർച്ച് കയറി ഇറങ്ങി നടക്കുവാണ്. അയ്യോ, ഇനിയെങ്കിലും എനിക്ക് ഹെബ്രോണിൽ പെട്ടെന്ന് എത്ര മഴയ്ക്ക് മുമ്പ്, അടുത്ത വലിയ മഴയ്ക്ക് മുമ്പ്. ഇത് നമ്മുടെ വാട്ട് ഈസ് ദിസ് Palestinian Authority. Those people, they support the Palestinian Authority. ഇവർ ഈ പലസ്തീനിയൻ അതോറിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കേട്ടോ. അതിൽ നമ്മുടെ കിങ് ചാൾസ്, ക്യൂൻ എലിസബത്ത്, റഷ്യ എന്നുള്ള ആളുകൾ, അവിടെ പല ആളുകളുടെ ചിത്രങ്ങളാണ്. ഇവരൊക്കെ ഈ പലസ്തീൻ അതോറിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ബ്രിട്ടൻ്റെ ഫ്ലാഗും ഉണ്ട്. Okay. Thank you so much. Masalama. Thank you for your coming, brother. Habibi, thanks a lot. Take care. Touch. I hope one day you will be free. Thank you. Bye. Bye. Take care. Take care for yourself. Straight yeah. and then to the right, to the street. Okay. ഹലോ, ഒരാളുകൾ നിർത്തി തരുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് ലിഫ്റ്റ് ഇങ്ങോട്ട് ചോദിച്ചു നിർത്തി തരുന്നതാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ നിർത്തുന്നില്ല, അങ്ങോട്ട് പോവാണല്ലോ. ഗോഡ് ബ്ലസ് യു ബ്രോ. ഗോഡ് ബ്ലസ് യു. Free Palestine. ഫ്രീ പലസ്തീൻ. ഓക്കെ, ബൈ. സമാധാനപരമായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ യാത്ര തുടരുകയാണ്. ഇനിയുള്ള യാത്ര ഹെബ്രോൺ എന്ന് പറയുന്ന മറ്റൊരു പലസ്തീനിലെ നഗരത്തിലോട്ടാണ്. ഞാൻ മണിക്കൂറായിട്ട് ലിഫ്റ്റ് അടിക്കുന്നു, ആരും നിർത്തി തരുന്നില്ല. കുറേ നേരം കേട്ടോ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഒരു 3-3.5 കിലോമീറ്ററായി. ഇവിടെ ഒരു ബിൽഡിങ് എന്തോ റഷ്യയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് അറബിക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. റഷ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലസ്തീൻ്റെ എന്തോ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ. പലസ്തീൻ്റെയും റഷ്യയുടെയും പതാകയാണ് അവിടെ പറക്കുന്നത്. ഇവിടെ എന്താ എല്ലായിടത്തും യാസർ അറഫാത്തും ഇവരുടെ കുറേ എന്താ പറയുക, കുറേ പോരാട്ടങ്ങളിൽ മരിച്ച കുറേ ആളുകളില്ലേ ഇവിടത്തെ ജയിലിലൊക്കെ കിടന്ന അവരുടെ കുട്ടികളുടെ കുറേ ചിത്രങ്ങളും സംഭവങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ പലസ്തീൻ്റെ കമ്മ്യൂണിസ്റ്റാണ്. ചുവപ്പ് മനസ്സിലാവുന്നില്ല, ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. 5 കിലോമീറ്റർ പിന്തിട്ടേക്കുമാണ് സിറ്റി. ബത്ലഹേം സിറ്റി ഭയങ്കര വലുതാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് സിറ്റിയിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എല്ലായിടത്തും ലിഫ്റ്റ് കാണിക്കുമ്പോൾ ഇവർ ഭയങ്കര ഇങ്ങനെ കാണിക്കും. ഒരു പുച്ഛഭാവം കേട്ടോ, ഒരു കറക്റ്റായിട്ട് ഒന്ന് ചിരിക്കുന്ന പോലും ഇല്ല, പുച്ഛഭാവം ഭയങ്കര. ഹലോ, ഹൗ ആർ യു? Okay. Are you going straight? Yes. Can I come with you? Where you? I'm going Hebron actually. But where are you going? Where are you going? I am going near Hebron. Oh, it's okay. It's If you okay. want, I can take you. No. You where you go until there, it's okay. Huh? You have to pay. Oh, I'm taking lift. No. അടിപൊളി. പുള്ളിക്കാരൻ ടാക്സി ആണ് കേട്ടോ. എന്നാൽ പിന്നെ എനിക്ക് ബസ്സിൽ പോയാൽ പോലെ. ബസ്സിൽ 6 ഇതേ ഉള്ളൂ കേട്ടോ. ഈ ടാക്സി ഭയങ്കര പൈസയാ. ഈ കാണുന്നതൊക്കെ പണ്ടത്തെ കോട്ട മതിലുകളുടെ ഗേറ്റുകളാണ് കേട്ടോ. അതായത് കണ്ടില്ലേ, ജെറുസലേം ഇവിടെ നിന്ന് 11.25 കിലോമീറ്റർ എന്നാണ് എഴുതി വെക്കുന്നത്. പണ്ടത്തെ ഓരോ നഗരത്തിൻ്റെ ഇങ്ങനെ വാതിലുകളാണ് കേട്ടോ. ഇപ്പോൾ ആ നഗരം വലുതായതുകൊണ്ട് നമുക്കത് വാതിലാണെന്ന് തോന്നുന്നില്ല. അവസാനം ഒരു ലിഫ്റ്റ് കിട്ടി. താങ്ക് യു, ശുക്രൻ ബ്രോ. ഓ, എത്ര മണിക്കൂറായിരുന്നോ ഒരു വണ്ടി എനിക്ക് നിർത്തുന്നില്ലായിരുന്നു. അവസാനമായിട്ടാണ് കേട്ടോ ഒരു വണ്ടി നിർത്തിയത്. ഭയങ്കര പാട്. ഇവിടെ ഫുള്ള് ബ്ലോക്കാണല്ലോ. ഹൈവേയിലോട്ട് കയറുന്ന വഴിയാണ് നമ്മുടെ ഹിബ്രോൺ റോഡ്. ആ കാണുന്നതാണ്. അങ്ങോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഒരു ആളുകളും, ഞാനൊരു 5.5 കിലോമീറ്റർ നടന്നു, 5.6 കിലോമീറ്റർ നടന്നു കേട്ടോ. പുള്ളിക്കാരൻ ദൈവദൂതനെ പോലെ എനിക്ക് ലിഫ്റ്റ് തന്നു. IDFന്റെ സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. The girls are so beautiful. IDFന്റെ ഇതാണ് കേട്ടോ. നമ്മൾ ഇസ്രായേലിന്റെ ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ. തോക്കും ചൂണ്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവാണ്. പക്ഷെ കാണാൻ പെൺകുട്ടികളെ കണ്ടാൽ നമ്മളിങ്ങനെ നോക്കി പോകും കേട്ടോ. നല്ല രസമുള്ള പെൺകുട്ടികൾ. പക്ഷെ തോക്ക് ചൂണ്ടി ഇങ്ങനെ വെച്ചിരിക്കുക.
കാണുന്ന ഭാഗത്തൊക്കെ ഗ്രില്ല് കെട്ടിയിരിക്കുന്ന കണ്ടില്ലേ, ഇതൊക്കെ അപ്പുറത്ത് പലസ്തീൻ ഗ്രാമങ്ങളാണ് കേട്ടോ. പലസ്തീൻ ഗ്രാമപ്രദേശങ്ങളാണ് ഇങ്ങനെ മതിലും ഗ്രില്ലൊക്കെ കെട്ടി അടച്ചിട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം കാണാം. The white car is Palestine. Okay. And the yellow Israel. പുള്ളിക്കാരൻ പറഞ്ഞത് വെള്ള ബോർഡുള്ളത് പലസ്തീനും നമ്മുടെ മഞ്ഞ ബോർഡ് ഇസ്രായേൽ എന്നൊക്കെയാണ് കേട്ടോ പുള്ളിക്കാരൻ പറഞ്ഞത്. യു ലൈക്ക് പലസ്തീൻ ഓർ ഇസ്രായേൽ? പലസ്തീൻ. നല്ല അടിപൊളി മുന്തിരി കൃഷിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലെല്ലാം കാണാൻ പറ്റുന്നത്. നമ്മളങ്ങനെ ചെക്ക് പോയിന്റുകളൊക്കെ താണ്ടി ഹെബ്രോൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു നഗരത്തിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. Thank you so much. Welcome, brother. I'm from India. Thank you. ലാസ്റ്റ് നടന്ന് തളർന്ന് ഞാനൊരു ടാക്സിയിൽ കയറി. 3 ഷെക്കലാണ് കേട്ടോ. 3 ഷെക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 60-70 രൂപ അടുപ്പിച്ച് വരും. ഒരു 3 കിലോമീറ്റർ പോകാനായിട്ട് എനിക്ക് നടക്കാൻ വയ്യ കേട്ടോ. കുറേ നേരമായി. അങ്ങനെ നമ്മൾ ഹെബ്രോണിലുള്ള യാത്രകളാണ്, കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ബാങ്ക് ഓഫ് പലസ്തീൻ. സൗദിയ, ഖത്തർ, ബഹ്റൈൻ. ഞാനിപ്പോ പോകുന്നത് അൽ ഇബ്രാഹിമി മോസ്കിലോട്ടാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഓൾഡ് ടൗൺ എല്ലാം ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ്. ഇവിടെ എല്ലായിടത്തും മനോഹരമായിട്ട് ബൾബൊക്കെ തൂക്കി മനോഹരമാക്കിയിട്ടൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഓൾഡ് ടൗണിന്റെ ഭാഗങ്ങളാണ്. ഹായ്, ഹൗ ആർ യു? I'm fine. താങ്ക് യു സോ മച്ച്. പുള്ളിക്കാരൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഇറങ്ങാനുള്ളതാണ്. പുള്ളിക്കാരൻ പറഞ്ഞു ഇല്ല ഇരി ഞാൻ അവിടെ ആക്കിത്തരാമെന്ന് എന്തോ പറഞ്ഞു. എല്ലായിടത്തും ഇതുപോലത്തെ നമ്മുടെ കഹുവ ഉണ്ടല്ലോ, കഹുവയൊക്കെ വിൽക്കുന്ന കാണാം. Why? Free. 3 shekel no? Free. Allah. Okay, welcome. Thank you. ഞാൻ ആക്ച്വലി ഇത് പ്രതീക്ഷിച്ചു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓണാക്കി വെച്ചത്. പുള്ളിക്കാരൻ ഫ്രീ ആയിട്ട് പറയും. ശുക്രാൻ. താങ്ക് യു സോ മച്ച്. മാ സലാമ. Allah يسلمك. വെൽക്കം ടു ഇന്ത്യ, കേരള. ان شاء الله. ഓക്കെ ബൈ. ബാക്ക് മാഫി മുഷ്കില. ഒരു ടാക്സിക്കാരനാണ് കേട്ടോ എനിക്ക് ഫ്രീ ആയിട്ട് ലിഫ്റ്റ് തന്നിരിക്കുകയാണ്. ബൈ. നമ്മളൊരു ലോക്കൽ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇതാ ഫുള്ള് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ വിൽക്കുന്ന. കറക്റ്റ് ഡൽഹിയിലും ഈജിപ്തിലൊക്കെ പോയ ഫീലിതാ. അഷറ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശുക്രാൻ. പുള്ളിക്കാരൻ പാവം കേട്ടോ. പുള്ളിക്കാരൻ എനിക്ക് ഞാൻ ആദ്യം വിചാരിച്ചു പുള്ളിക്കാരന് എന്താ പറയുക കുറച്ച് മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്ന്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് വെൽക്കം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇവിടെ ഫുള്ള് മാർക്കറ്റ് ഏരിയകളാണ് കേട്ടോ. അടിപൊളി. എല്ലാ ആൾക്കാരും വലിയ ആൾക്കാരാണ്. എനിക്ക് ഹെബ്രോൺ കുറച്ച് ഇഷ്ടപ്പെട്ടു. ആളുകൾ കൂടുതൽ എനിക്ക് ഒരു ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഫുള്ള് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള മാർക്കറ്റാണ്. ഓറഞ്ചുകള്, തക്കാളികള് എന്തൊക്കെയുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള്. ഹലോ തമാം كيف حال؟ ها؟ أنا من الهند. نعم طيب. شكرا حبيبي وين رايح؟ أنا روح هنا. أنا مسافر. مسجد الإبراهيم. ايوه مسجد. مسلم انت؟ أنا مسلم؟ الحمد لله. مسلم ആണെന്ന് പറഞ്ഞപ്പോ هذا اهم شيء المسلم. اهم شيء المسلم. شكرا. في عبد الشمس عندكم في عبد العجل. അതൊന്നും മനസ്സിലായില്ല. മുസ്ലിം ആണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരനെ കൂടുതൽ ഹാപ്പിയായി. ശുക്രാൻ. ഇവിടെ വേണ്ട ക്യാബേജ്, ഇവിടെ എന്തൊക്കെ ഇതാണ്. സലാം അലൈക്കും. തമാം കുവൈസ് കൈഫ ഹാലക്? من الهند. പുള്ളിക്കാരൻ അടിപൊളിയാട്ടോ. നല്ല രസമുണ്ട് പുള്ളിക്കാരൻ. അതുകൊണ്ടേ മുളവിന്റെ വലിപ്പം കണ്ടില്ലേ? ഇത്രയും വലിയ മുളവിന്റെ വലിപ്പം. ഇതിന്റെയൊക്കെ വലിപ്പം കണ്ടോ? സോറി. ഹലോ. നല്ല ചൂട് കേട്ടോ. നല്ല തണുപ്പ്. ചൂട് കൊള്ളാൻ വേണ്ടി വന്നതാണ്. ബർദ്. ഇന്ത്യ നോ
ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോ ഇവര് ആലോചിക്കുവാണ് കേട്ടോ എവിടെ നിന്നാണെന്ന്. അപ്പൊ എന്നെ പെട്ടെന്ന് പറഞ്ഞു മിനൽ ഹിന്ദ്. ഹിന്ദെന്ന് പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി. ഹിന്ദെന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോ ഇവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ശുക്രാൻ ശുക്രാൻ. ഞാൻ കുറച്ച് ചൂടുണ്ട്. എന്താ ഇബ്രാഹിമി മസ്ജിദ് ഇബ്രാഹിം വൻ ഹിന. ഓക്കെ ശുക്രാൻ ശുക്രാൻ. ഇപ്പൊ എന്റെ എനർജി വീണ്ടും വന്നു. കുറച്ച് നല്ല ആളുകളെ കണ്ടപ്പോ എന്റെ എനർജി വീണ്ടും. എല്ലാവർക്കും കണ്ടില്ലേ ഹായ് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ കം വിത്ത് മീ എന്ന് പറയുന്നുണ്ട്. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? Manamur. Manamur? Bonsoir. No Arabic. Slowly, no Arabic? Shwaya. You speak Arabic good? No, only a little bit. What do you want I speak to you? What do you want I speak to you? I don't understand. You understand? No, I don't understand. Sour. പുള്ളിക്കാരൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയുകയാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ കടയും. This is what? This is King. Broil King. Okay. من الهند. Hindi. That is me. Hindi. Speak to me. How are you? I am Muhammad Iskabi. You are good? Good. Okay. What is it? How old are you? 65. 65. Nice to meet you. 65 years. Nice to meet you. In Hebron. Hebron. No good Hebron. Many people evening in Hebron, no good. No good. Okay. Good now. Okay. Now damn inshallah. Situation is not good. Situation not good. I'm sorry for you. Now damn بصير بيصلحهم الله. Everything will be okay. Say in the future it will be good. Yeah. In future it will be. روح بطريقك. شكرا. Do you want to drink coffee? No, it's okay. Coffee cold. No, it's okay. Cold. No, it's okay. Sun. No, it's okay. شكرا. مع السلامة. يا أمان الله. شكرا. എല്ലാവരും കമ്പനിയാണ് കേട്ടോ. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് കോഫി കുടിക്കണമെന്നൊക്കെ ചോദിച്ചു. കോഫി കുടിച്ചോണ്ടിരുന്നാൽ സമയമില്ല, കോഫി കുടിക്കാനുള്ള ഒരു മൂഡുമില്ല. ഇവിടെയും നമ്മുടെ പഴയ ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ. ഇതൊക്കെ മനോഹരമായിട്ടുള്ള സ്ട്രീറ്റുകളും പഴയ ബിൽഡിംഗ് ഒക്കെയാണ്. ബട്ട് അവരിത് നല്ലതുപോലെ ഒന്നും നോക്കാത്തത് കൊണ്ട് കണ്ടില്ലേ, നല്ലതുപോലെ നോക്കാത്തതുകൊണ്ട് മോശമായിട്ട് കിടക്കുക. ഇവിടെ ഒരു കട മനോഹരമായിട്ടുള്ള പലസ്തീൻ ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെ ഉള്ള ഇതാണ് കേട്ടോ. ഹലോ, ഹൗ ആർ യു? I am very well, thank you. Okay. It's Palestinian dress. Palestinian ഡ്രസ്സും സംഭവമൊക്കെയാണ് കേട്ടോ. How are you? Very good, very nice. Thank you. Okay. صورنا مع بعض. Salam. How are you? I am very well, thank you. And اسمه اسمي روضة الشريف. روضة الشريف. شادية محمد. سلام. كلام هاي هاي نفر كيرلا. I am Palestine. Welcome to Palestine. Thank you. شكرا. عفوا. فلسطين جميلة. زيكم جميلين زيكم. شكرا. انت منين؟ انت منين يا بلد؟ أنا من الهند، جنوب الهند. جنوب الهند. Welcome. من الكيرلا. حلوين. Welcome to Palestine. Thank you so much. سلال هيك حلوات، هيك مناظر هيك حلو. فوتو ان Yeah, okay. Yes. നല്ല കമ്പനി കേട്ടോ. അവർ ഭയങ്കര വെൽക്കമിങ് ആണ്. ഇവിടെ പലസ്തീൻ്റെയും കുറേ സംഭവങ്ങളുടെ സുവനീസും സംഭവങ്ങളൊക്കെയാണ്. കുറേ സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരുടെ പലസ്തീൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ ഈ കാണുന്ന ഇതൊക്കെ. ഇവിടെ അവരുടെ ഇരിപ്പിടങ്ങൾ, പിന്നെ പലസ്തീനി പെൺകുട്ടികളൊക്കെ ധരിക്കുന്ന ചുരിദാറ് പോലുള്ള ടോപ്പ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ പലസ്തീനിലെ അവരുടെ എന്താ പറയുക, ഇവരുടെ സ്പൈസ് ആണ് കേട്ടോ. ഇത് കരോള വന്നപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. വീട്ടിൽ നിന്ന് ഉമ്മ ഉപയോഗിച്ചു പോലുമില്ല. ഇതൊക്കെയാണ്. Welcome to Palestine. Welcome to all Palestine. هند. Welcome to Palestine. Do you speak Arabic? شوي. خليني أحكي بالعربي. أهلا وسهلا فيكم بفلسطين.
بتشرفونا كل الهند وكل في الهند اشخاص بشرفونا في فلسطين على الحرم الابراهيمي وعلى القدس الشريف. اهلا وسهلا فيهم، مستعدين احنا نورجيهم كل فلسطين. اهلا وسهلا فيكم. ويلكم تو فلسطين. ശുക്രാൻ ശുക്രാൻ ശുക്രാൻ. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലിയും എൻ്റെ അടുത്ത് തന്നെ ഇങ്ങോട്ട് ഒന്നും വീണില്ലല്ലോ. എല്ലാരും ഇങ്ങോട്ട് വന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറയുന്നു. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി. ശുക്രാൻ ശുക്രാൻ. ഓക്കെ, പുള്ളിക്കാരി 2 minutes എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് പറഞ്ഞു സോറി ഞാനൊന്നും വാങ്ങുന്നില്ല, നിങ്ങളുടെ കടയിൽ ക്ഷമ വയ്ക്കണം. അപ്പോൾ പുള്ളിക്കാരി അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത സംഭവമുണ്ട്. പുള്ളിക്കാരി ഗിഫ്റ്റായിട്ട് തരുവാണ് കേട്ടോ. هنا പുള്ളിക്കാരി എനിക്ക് വേണ്ടി കെട്ടുവാണ് കേട്ടോ. പാവം കേട്ടോ അവര്. شكرا شكرا. عفوا عفوا. مع السلامة. ها؟ لا 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 لا. بس قبلني خلاص هذه مني جفت ده كفت. شكرا أمي. പുള്ളിക്കാരി വീണ്ടും എനിക്ക് എന്തോ തപ്പിക്കൊണ്ട് പോയിട്ട് ലാസ്റ്റ് ഈ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അയ്യോ പാവം കേട്ടോ, ഭയങ്കര വിഷമായ കേട്ടോ, ഭയങ്കര പാവം ഒരു സ്ത്രീ. ഹലോ, ഇതാണ് കേട്ടോ നമ്മുടെ മോസ്ക് ഇബ്രാഹിമി. ഇവിടെ ഇവരുടെ പോട്രിയും സംഭവങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ കുറേ സുവനീർ ഷോപ്പുകളാണ്. പക്ഷേ ആർക്കും കച്ചവടമൊന്നുമില്ല കേട്ടോ, ടൂറിസ്റ്റുകളൊന്നും വരുന്നില്ല. നമ്മൾ ഇബ്രാഹിമി മോസ്കിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇവിടെയാണ് നമ്മുടെ ഇതെന്ന് തോന്നുന്നു. ഇവിടെ നമുക്കൊരു ഇസ്രായേലി കൊടിയൊക്കെ, നമ്മുടെ ഇസ്രായേലിൻ്റെ ഒരു കൊടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫുള്ള് കണ്ട് കുക്കുംബർ അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്, ഒലിവ് സംഭവങ്ങൾ. ഹലോ, ഇവിടെ ആളുകളെല്ലാം പല ആളുകളും ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. ഹലോ, എല്ലാവരും ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ചെയ്ത കുറേ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇവരുടെ എന്തോ പ്രാദേശികമായിട്ടുള്ള ഭക്ഷണമാണ്. വാഹിദ് ഇസ്മ കത്തായിഫ്. കത്തായിഫ് എന്ന് പറയുന്നത് എന്തോ നമ്മുടെ അപ്പം പോലുള്ള ഒരു സാധനമാണ് കേട്ടോ ഇവിടെ. ഓ, من الهند. هند بتحكي عربي؟ شوية شوية. هذا بنحط هون السكر والناتس inside or cheese. شكرا شكرا. പുള്ളിക്കാരൻ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. Not sweet. Yes. Sweet. We make inside sugar and nuts inside. എന്താ നട്ടും ഷുഗർ ഇട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. Come Filous. This Filous? No Filous. No money? Okay, thank you. Shukran, shukran. Welcome. പൈസ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. Delicious? Delicious? Very delicious. Jamila. شكرا شكرا. خذ لك هذا معك على الهند. خذ هذا معك على الهند. لا خذني മനസ്സിലായില്ല എന്തോ പറയുന്നത്. عربي. I didn't understand. شوية عربي شوية. أنا بحب الكمون وبحب البهارات. Okay. I don't know. Masjid al-Ibrahimi. Ibrahim. From Street. Oh, okay. 10 minutes. 10 minutes. 10 minutes street. What is this? നമ്മളങ്ങനെ നടന്നു പോവാണ്. ഇതെല്ലാം ഓൾഡ് ടൗൺ ആണ്. ഓൾഡ് ടൗണിലെ കടകളും സംഭവങ്ങളൊക്കെയാണ്. ശുക്രൻ. എല്ലാവരും വെൽക്കം എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയോ വിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്വീറ്റ്സ് ഒക്കെ. സലാം അലൈക്കും. സൂറ ഓക്കെ ശുക്രൻ.
ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള സ്വീറ്റ്സ് ആണ് കേട്ടോ, മറ്റേ പഞ്ചാര മുട്ടായികൾ തമ്മിലുള്ള സ്വീറ്റ്സ്. ഇവരുടെ പലസ്തീനി ഹിന്ദി പുള്ളിക്കാരൻ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുവാണ്. هذا same هذا لا هذا جارمنت رمان. شكرا. بدنا رقم مهدي. تعالوا طيب അടിപൊളി കേട്ടോ. പുള്ളിക്കാരൻ ഫോഴ്സ് ചെയ്ത് ആളുകൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് കേട്ടോ. ربنا يكرمك يا عمي. هذه زعتري. How are you? Good. How are you? From where you are? India. India. Yeah, Hind. Nice to meet you. Thank you. Welcome to Hebron. Thank you so much. First time to visit here. First time. Welcome to Hebron. Where you stay? I'm not saying. I just came. Now. Come. പുള്ളിക്കാരൻ എന്നെ ഫോഴ്സ് ചെയ്തോണ്ട് പോവാണല്ലോ. Really? Okay. Coffee. No coffee. أنا full. Full. Yeah, ما في coffee, ما في tea. Put your bag here. والله أنا no coffee. Stay here to take care. No, I'm okay. ശുക്രൻ. ഇവിടെ നമ്മുടെ കുറച്ച് ഒട്ടോമൻ സാമ്രാജ്യ സമയത്തൊക്കെ ഉള്ള ഇറ്റ്സ് ഓക്കെ To see the press, the mill. ഇവിടെ അവരുടെ ഡ്രസ്സുകളും അതൊക്കെ വിൽക്കുന്ന കടകളാണ്. താങ്ക് യു, ശുക്രൻ, ബൈ. ഹലോ. എല്ലാവരും കാണുമ്പോൾ ഹലോ എന്ന് വിളിച്ച് എല്ലാവരും അഹ്ലൻ എന്ന് പറയും. അഹ്ലൻ എന്ന് പറഞ്ഞാൽ വെൽക്കം എന്നാണ് അറബിയിൽ പറയുന്നത്. 20. ഇന്ത്യ. From my heart, coffee or tea? No coffee. You remember? ഇങ്ങോട്ട് ഇബ്നു ഒത്തോമൻ മോസ്ക് എന്ന് പറയുന്ന പള്ളിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് ഒട്ടോമൻ കാലത്തുള്ള പള്ളി തന്നെ എന്തോ. നമ്മൾ ഇങ്ങോട്ട് നടന്നു പോവാം. ടൂറിസവും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതുപോലുള്ള കടകളെല്ലാം അടച്ചിട്ട അവസ്ഥയിലാണ്. കണ്ടോ ഇവരുടെ ജീവിതം. Can you open for me? അവരവിടെ ഹലോ അവരവിടെ നിന്ന് ഓപ്പൺ ചെയ്താലേ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് സ്ത്രീകൾക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ്, ഇവിടെ നമുക്ക് ഷൂസൊക്കെ വെക്കാനുള്ള ഇടങ്ങളാണ് ഈ കാണുന്നതാണ് കേട്ടോ. ധാരാളം ടൂറിസ്റ്റുകളുണ്ടല്ലോ. ഈ കാണുന്നത് നമ്മുടെ നമസ്കാര സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഇബ്രാഹിം മോസ്കിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ ടോംബ് ഭാഗം. ഈ കാണുന്നത് നമ്മുടെ ഇബ്രാഹിം നബിയുടെയും നമ്മുടെ ഭാര്യ സാറയുടെയും ശവകുടീരം ഇവിടെയെന്നാണ് അവർ പറയപ്പെടുന്നത്. ഇവിടെ നമ്മുടെ ഐസക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മുടെ റബേക്കയുടെ ശവകുടീരമാണ്. അതേസമയം ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇബ്രാഹിം നബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറ അവരുടെ ശവകുടീരമുള്ളത്, അവരുടെ ടോമുള്ളത്. കണ്ടില്ലേ, ഈ കാണുന്നതാണ്. When the Baruch Hussein came and killed the people here. So now only half. In Ramadan. In this way, come. ഈ കാണുന്നത് ഇബ്രാഹിമി മോസ്കാണ്. പക്ഷേ ഈ ഒരു മോസ്ക് എന്ന് പറയുമ്പോൾ ഇത്രയും അല്ലായിരുന്നു. ഇത് ഭയങ്കര വലിപ്പമുള്ള ഒരു മോസ്കായിരുന്നു. പക്ഷേ അതിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ ജൂസിന് വേണ്ടി സിനഗോഗ് ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അതിന് വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അതിൻ്റെ വലിയൊരു ഹിസ്റ്ററി എന്ന് പറയുമ്പം ആദ്യം ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു ചർച്ചായിരുന്നു. ആ ചർച്ചിനെ പിന്നീട് ഇവിടെ മുസ്ലിംസ് വന്ന് ഇവിടെ മുസ്ലിം ഭരണമൊക്കെ വന്നപ്പോൾ അത് പൊളിച്ചിട്ട് അതോ അതിൻ്റെ മുകളിൽ എന്തോ ഒരു പള്ളി പണിതു. അങ്ങനെ പള്ളി പണിതപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇത് ജോർദാൻ്റെ ഭാഗമായിരുന്നല്ലോ ഈ സ്ഥലങ്ങൾ, ഈ പലസ്തീൻ. ഇപ്പം നമ്മൾ കബറോഡോ എന്ന് പറയുമ്പോൾ ആക്ച്വലി 16 മീറ്റർ എന്തോ താഴ്ചയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ താഴ്ചയല്ല. ഇവിടെയൊക്കെ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. ഫുള്ള് പട്ടാരക്കാരും തോക്കും മാത്രമേ ഉള്ളൂ ഈ ഭാഗങ്ങളിലൊക്കെ. ചില പയ്യന്മാർ ഈ നഗരം ഫുള്ള് കാലിയായിട്ട് കിടക്കുവാണ്.
ഇവിടെ പുള്ളിക്കാരൻ പറഞ്ഞു നിനക്ക് നടന്നു പോകാൻ പ്രശ്നമൊന്നുമില്ല അറബിൻ്റെ ഞാനൊരു പുള്ളിക്കാരൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ എനിക്ക് പോകാനുള്ള വഴി പറഞ്ഞു തരായിരുന്നു. അവിടെ ഒരു വേറെ സിനഗോഗ് ഉണ്ട്, അതായത് നമ്മൾ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ഭാര്യ ജനിച്ചത് ഇവിടെ അടുത്തായിട്ടൊരു വില്ലേജിലാണ്. അപ്പോൾ പിന്നീട് മരണപ്പെട്ടപ്പോൾ അടക്കാൻ വേണ്ടിയ സ്ഥലം വന്ന് ഇവിടെയാണ് അടക്കിയത്. അങ്ങനെയാണ് ഇത് ഒരു ഹോളി പ്ലേസ് ആക്കിയത്. എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ പുള്ളിക്കാരൻ ആർമി പറഞ്ഞു ഞാൻ ജൂയിഷ് ആവണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞു ആവാം, പക്ഷേ ഇത് കുറേ ദിവസം എടുക്കൂലേ, അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം കുട്ടികളെ മതിൽക്കെട്ടിൽ കെട്ടിക്കൂട്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അവിടെ കണ്ടോ, കുട്ടികൾക്ക് റോഡിലോട്ട് വരാൻ പറ്റില്ല, അവിടെ എല്ലാം അടച്ചിട്ടൊക്കെയാണ്. ഞാൻ നടക്കുവാണ്, ഒരു മനുഷ്യന്മാർ നടക്കുന്നില്ല. ഇസ്രായേലീസ് ഇതിലൂടെ നടക്കില്ല കേട്ടോ, അവർക്ക് പേടിയാണ്. ഞാൻ നടന്നു പോവുകയാണ്. ഈ സ്ഥലം കാണുമ്പോൾ ഗോസ്റ്റിൻ്റെ സ്ഥലം പോലെ തോന്നുന്നു. മനുഷ്യന്മാരൊന്നുമില്ല, ഇവരുടെ പതാക മാത്രം എല്ലായിടത്തും ഉണ്ട്. ഹലോ שלום. מה נשמע? טוב. מה נשמע? אצלנו זה בישראל בעברית. No Hebrew, but thank you. תודה רבה. പുള്ളിക്കാരൻ ഒരു ഇസ്രായേൽക്കാരനാണ്. പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് തന്നു. ഇവിടെ ഒരു മനുഷ്യന്മാരും ഇല്ല കേട്ടോ, ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുന്നു. ഇവിടെ ചിലയിടത്തൊക്കെ ഫുള്ള് എന്താ പറയാ, ഇവരുടെ ഇതുകളും തോക്കുധാരികളായിട്ടുള്ള എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. കുറെ സ്ഥലത്ത് അവിടെയൊന്നും എനിക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. കണ്ടിട്ട് തന്നെ ഞാൻ ആക്ച്വലി ഒരു ചെറിയ രീതിയിൽ പേടിയാവുന്നു. അതായത് ഇവിടെ എന്തോ പ്രക്ഷോഭമോ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന പോലെ കേട്ടോ, ഒരു മനുഷ്യനും പുറത്തിറങ്ങുന്നില്ല. ആക്ച്വലി ആ ഒരു ഭാഗം മുഴുവൻ അടച്ചു പൂട്ടിയിട്ടൊക്കെയാണ്. നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പുറത്തോട്ട് വന്നു. ഞാൻ ഇനി പോകുന്നത് ഇസ്രായേലിലോട്ടാണ് തിരിച്ചു പോകുന്നത്. ബർഷേവ എന്ന് പറയുന്ന ഇസ്രായേലിലെ സദേൺ ഭാഗത്ത് ഒരു നഗരത്തിലോട്ടാണ് ഞാൻ ഇനി പോകാൻ വേണ്ടി പോകുന്നത്. ഇനിയും കുറച്ച് ചെക്ക് പോയിന്റുകൾ കുറച്ചുണ്ട്, അത് താണ്ടിയിട്ട് വേണം എനിക്ക് പോകാൻ. ഈ ഒരു ഭാഗത്തെല്ലാം നമ്മുടെ ഇസ്രായേലി ആളുകളാണ് കേട്ടോ താമസിക്കുന്നത്. ഞാൻ നേരത്തെ നടന്നു വന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ വേറൊരു ആളുകൾ താമസിക്കുന്നതായിരുന്നു. ഇപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഇസ്രായേലീസ് താമസിക്കുന്ന റീജിയൻ ആണ് കേട്ടോ. ഈ ഹിയർ നോ മുസ്ലിം. ഓക്കെ. ഓ, വേറെ ഭാഗത്താണ് കേട്ടോ. ഇവിടെ മുസ്ലിംസ് അല്ല, ഇവിടെ നമ്മുടെ ഇസ്രായേലി ജൂത ആൾക്കാരാണ് കേട്ടോ. അപ്പൊ ഞാനിനി അടുത്ത ലിഫ്റ്റ് അടിക്കട്ടെ. ഇന്ന് ഞാനല്ല ഹിച്ചേക്ക് ചെയ്യാൻ ഒറ്റയ്ക്ക്, പുള്ളിക്കാരനുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ ഓൾറെഡി ഒരു ലിഫ്റ്റ് കിട്ടി പോയട്ടോ. ഞാനും കൂടെ ഒരു ലിഫ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ. നമ്മൾ ഇപ്പോൾ വന്ന കുറച്ച് വഴികളില്ലേ, ഇവിടെ വന്ന കുറച്ച് വഴികളിൽ ചില വഴികളിൽ പലസ്തീനിയൻ ആളുകൾക്ക് നടക്കാനുള്ള പെർമിഷൻ പോലും ഇല്ല. ഈ കാണുന്ന വഴിയിൽ മുമ്പ് കരോള ഇവിടെ വന്നതാണ്, അപ്പോൾ കരോള ഇതെല്ലാം കണ്ടതാണ്. ഈ കാണുന്നത് ഒരു ഇസ്രായേലി ഏരിയ ആക്കിയത് കൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ ഉള്ളിൽ നമ്മുടെ മതപരമായിട്ടുള്ള നമ്മുടെ തോറ അല്ല കേട്ടോ ഇതൊന്നും. ഇത് ആക്ച്വലി നമ്മുടെ ചെറിയ ചെറിയ കഥകളുള്ള ബുക്കുകളൊക്കെയാണ്. നമ്മുടെ അതാണ്ട് ഈ ഹിബ്രുവിൽ എഴുതിയ പുസ്തകങ്ങളൊക്കെയാണ് കേട്ടോ. ഞാനിവിടെ ഒരു ലോക്കൽ, ആക്ച്വലി പുള്ളിക്കാരൻ ഒരു പലസ്തീനിയനാണ്. പുള്ളിക്കാരെ എന്നെ കാണാൻ വേണ്ടി വരാമെന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ പുള്ളിക്കാരനെ കാണാൻ വേണ്ടി വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ ഒരു സ്ഥലത്ത്, അതായത് ഇത് സെറ്റിൽമെൻറ്റ് ഏരിയ ആണ്, ജൂയിഷ് സെറ്റിൽമെൻറ്റ് ഏരിയ ആണ്. ഇവർ ഈ സ്ഥലം പിടിച്ചടക്കിയിട്ട് ഇവിടെ വന്ന് എന്താ പറയുക, സ്ഥലം കയ്യേറിയിട്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന സംഭവമാണ് കേട്ടോ. അതിനെയാണ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഇല്ലീഗലും ഉണ്ട്, ചിലത് നോർമലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്കാരൻ ഈ സ്ഥലത്തോട്ട് വരാനുള്ള അനുമതിയില്ല, ഫോറിനേഴ്സിനും പിന്നെ ഇസ്രായേലീസിനും മാത്രമേ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് വരാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ വന്നില്ലേ പലസ്തീനിയൻ സൈഡ്, ആ ഭാഗങ്ങളിലോട്ട് പോയാൽ മാത്രമേ എനിക്ക് പുള്ളിക്കാരനെ കാണാൻ പറ്റൂ. 1994 ഈ ഒരു വെടിവെപ്പ്, അതായത് ഒരു കൂട്ടർ വന്നിട്ട് അതായത് പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ടിരുന്ന ആളുകളെല്ലാം വെടിവെച്ചു. അപ്പോൾ അത് ഹെബ്രോൺ എന്ന് പറയുന്നത് ഒരു പലസ്തീനിയൻ നഗരമാണ്. അങ്ങനെ ഈ ഒരു വെടിവെപ്പിന് ശേഷം ഇസ്രായേൽ ഫോഴ്സ്ഫുള്ളി ആ ഒരു 1994 ശേഷം ആ ഒരു പലസ്തീനിലെ ഹെബ്രോൺ എന്ന് പറയുന്ന സ്ഥലത്തിനെ രണ്ടായിട്ട് മുറിച്ചിട്ട് പകുതി സ്ഥലം മുഴുവനായിട്ട് എന്താ പറയുക ഇസ്രായേലി ആളുകൾക്ക് കൊടുത്തു. അങ്ങനെയാണ് കേട്ടോ ബാക്കിയുള്ള ഭാഗം അത് ഇസ്രായേലിൻ്റെ കയ്യിലായത്. എന്നിട്ട് അവിടെ ഉള്ള വാക്കിംഗ് സ്ട്രീറ്റുകളിലും പലസ്തീനിയൻസിന് അലൗഡ് അല്ല, അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ട്. അപ്പം ഈ കാര്യങ്ങളൊന്നും പല ആളുകളും അംഗീകരിക്കുകയില്ല, പല ആളുകൾക്ക് അറിയേയില്ല. ചില ആളുകൾക്ക് അറിയാമെങ്കിലും അംഗീകരിക്കില്ല എന്ന് കേൾക്കുമ്പോൾ അത് വിഷമമുണ്ട്.
അപ്പോൾ അതാണ് കേട്ടോ നിങ്ങൾ കണ്ടത്. അപ്പോൾ അത് വലിയൊരു മാസക്കേറായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ആയിരിക്കും കേട്ടോ വരുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പണ്ടത്തെ നമ്മുടെ യഹൂദ ആളുകൾ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ബ്ലഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.